വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചിട്ടുള്ള നടിയാണ് ചിന്നു ചാന്ദിനി. സ്ഥിരം നായിക സങ്കല്പങ്ങളെ തച്ചുടയ്ക്കാനും ചിന്നുവിന് സാധിച്ചിട്ടുണ്ട്. തമാശ, ഭീമന്റെ വഴി തുടങ്ങി ഇപ്പോഴിതാ വിശേഷത്തിലും മിന്നും പ്രകടനവുമായി മുന്നേറുകയാണ് ചിന്നു ചാന്ദിനി. വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയിട്ടുള്ള ചിന്നു ഇതിനോടകം തന്നെ മലയാള സിനിമയിൽ ഒരു ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ചിന്നു. താൻ സിനിമയിലേക്ക് വന്ന സമയത്തെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചുമൊക്കെയാണ് ചിന്നു സംസാരിക്കുന്നത്. സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ നൽകിയ അഭിമുഖത്തിലാണ് ചിന്നു ചാന്ദിനി സംസാരിക്കുന്നത്. താരത്തിന്റെ വാക്കുകൾ വായിക്കാം. സിനിമയാണ് എന്റെ ലക്ഷ്യം, വേറൊന്നും എനിക്ക് ചെയ്യണ്ട എന്നാണ് ചിന്നു പറയുന്നത്. സാമ്പത്തികമായി റിസ്ക് എടുക്കാൻ പറ്റാത്ത സമയത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് എന്നാണ് ചിന്നു പറയുന്നത്. എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു, അനിയത്തി പഠിക്കുകയായിരുന്നു. ആ സമയത്ത് സ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു ജോലി വേണമായിരുന്നു. അനുരാഗ് കരിക്കിൻ വെള്ളവും കാപ്പുച്ചിനുവും ചെയ്ത ശേഷം ഒരുപാട് സിനിമകളിൽ അവസരം വന്നിരുന്നു. എല്ലാറ്റിലും നായികയുടെ സുഹൃത്തിന്റെ കഥാപാത്രം. ആ സമയത്താണ് കാലിന് പരിക്കുപറ്റി വിഷമത്തിലാകുന്നത്. ഒരു വർഷം അങ്ങനെ പോയി. എന്നിട്ടും ഈ ലോകം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ചിന്നു പറയുന്നു. കുടുംബമാണ് എന്റെ കരുത്ത് എന്നാണ് ചിന്നു പറയുന്നത്. അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ആദ്യം യുഎയിലായിരുന്നു, പിന്നീട് ടാൻസാനിയയിലേക്ക് പോന്നു. ഞാൻ വളർന്നതൊക്കെ എവിടെയാണ്. ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ നാടായ തിരുവനന്തപുരത്തെത്തി. അച്ഛന്റെ നിഴലായിരുന്നു അമ്മ. ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആശങ്കയായിരുന്നു. പരിചയമില്ലാത്തൊരു മേഖലയാണല്ലോ, പക്ഷെ അവർ കൂടെ നിന്നു. അനിയത്തി ഡോക്ടറാണെന്നും താരം പറയുന്നു. തന്റെ ശരീരപ്രകൃതം നോക്കിയല്ല കാസ്റ്റ് ചെയ്യുന്നതെന്ന് കാലത്തിന്റെ മാറ്റമാണെന്നാണ് ചിന്നു പറയുന്നത്. അനുരാഗ് കരിക്കിൻ വെള്ളം, തമാശ എന്നീ ചിത്രങ്ങളുടെ കാസ്റ്റിംഗ് കോളിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പോലെ പ്ലസ് സൈസ് ശരീരപ്രകൃതമുള്ളവരെയാണ് വേണ്ടതെന്ന്. എന്നാൽ ബാക്കിയുള്ള ഒരു സിനിമയിൽ എന്റെ ശരീരപ്രകൃതം നോക്കി കാസ്റ്റ് ചെയ്തതല്ല. ഭീമന്റെ വഴിയും ജാക്സൺ ബസാറും കാതലും ഗോളവും വിശേഷവും ഒക്കെ എന്നെ തേടിയെത്തിയ അവസരങ്ങളാണെന്നാണ് ചിന്നു പറയുന്നത്. ചെറുപ്പത്തിൽ കണ്ടുവന്ന സിനിമ ൊക്കെ പ്ലസ് സൈസ് ഉള്ളവർ കോമഡി സീനുകളിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അവർക്ക് ക്യാരക്ടർ റോളുകൾ കിട്ടുന്നത് കുറവായിരുന്നു. ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്ന വ്യത്യാസം മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റമാണ്. ഞാൻ സിനിമയിലേക്ക് എത്തിയത് ശരിയായ സമയത്താണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും താരം പറയുന്നു. ത്രില്ലറും കോമഡിയും മസാലപ്പടങ്ങളും എല്ലാം കാണും. സിനിമകൾ കാണുക എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശം. എല്ലാ ജോണറിലുള്ള സിനിമകളിൽ അഭിനയിക്കാനും ഇഷ്ടമാണ്. ആക്ഷൻ സിനിമ പരീക്ഷിക്കണമെന്നുണ്ട്. കരാട്ടെ, കളരിപ്പയറ്റ്, ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. മറാത്തി വെബ് സീരീസ് ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്നുണ്ട്. മറാത്തി സിനിമയിൽ വർക്ക് ചെയ്യണമെന്നുണ്ട് എന്നും ചിന്നു പറയുന്നു.